ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വാങ്ങിച്ച കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരലും പിന്നെ കുറച്ച് കുറച്ച് അല്ലറ ചില്ലറ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടോക്കല്ലേ. അപ്പോൾ എന്നോട് ഈ ബെഡ്ഷീറ്റ് ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു ബെഡ്ഷീറ്റും ഉണ്ട്, ഒരു നീല ബെഡ്ഷീറ്റ്. ആ ബെഡ്ഷീറ്റും കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ലിങ്ക് തരുമോ എന്നുള്ളത്. പക്ഷെ ഞാൻ ഇതിൻ്റെ ലിങ്ക് എവിടെയും കൊടുക്കലില്ല. പക്ഷേ ഇത് ദൂരത്തുനിന്ന് കാണുമ്പോൾ നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ എടുക്കുമ്പോൾ ഒരിത്തിരി ഭംഗിക്കും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ അധികം ഭംഗിയുള്ളതായി തോന്നലുണ്ട്. എൻ്റെ തോന്നലാണ് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ചിലരൊക്കെ ലിങ്ക് ചോദിക്കലുണ്ട്. അപ്പോൾ ഈ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ അധികം കൊടുക്കലില്ല. അതെന്താന്ന് വെച്ചാലേ ഈ ബെഡ്ഷീറ്റ് ആ കാണുന്ന ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഞാൻ 400 രൂപയ്ക്ക് 2 ബെഡ്ഷീറ്റും 4 പില്ലോ കവറൊക്കെ വരുന്നത് വാങ്ങിച്ചതേനു. പക്ഷേ ഇത് ഒരു പ്രാവശ്യം ഇളക്കിയപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തോന്നി. പിന്നെ തുറന്നപ്പോൾ തന്നെ ഉണ്ടായിനി കേട്ടോ. പക്ഷേ ഞാൻ മാറ്റിയില്ല. കാരണം ഞാൻ ഹൗസ് വാമിങ്ങിന് മുന്നേ ഓർഡർ ചെയ്തത് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അപ്പം അന്ന് എനിക്കാണെങ്കിൽ പുതിയ ബെഡ്ഷീറ്റൊന്നും വിരിച്ചാനും ഇല്ല. അപ്പം പിന്നെ ഞാൻ റിട്ടേൺ ചെയ്യാനൊന്നും നിന്നില്ല, അതങ്ങോട്ട് വിരിച്ചു കേട്ടോ. പക്ഷേ ഇത് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ അതാ ഇങ്ങനെയാണ് കേട്ടോ. ആകെ പിന്നി കീറി ഒരു മാതിരി അയക്കണ്. അപ്പം ഞാൻ അത് ഒന്ന് മാറ്റണം വിചാരിച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ വേറൊരു നീല ബെഡ്ഷീറ്റ് ഉണ്ട്. അത് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും വലിയ ക്വാളിറ്റി ഇല്ല. 400 രൂപക്ക് 2 കിട്ടുമ്പോൾ നമ്മൾ വിലക്കുറവിലാവുമ്പോൾ വാങ്ങിക്കുമല്ലോ. പക്ഷേ എല്ലാതൊന്നും നമുക്ക് വിചാരിച്ച മാതിരി കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ വിലക്കുറവിൽ കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാകുള്ളൂ. ആ ഒരു രീതിയിലും കണ്ടാൽ മതി. അപ്പം എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പുതിയ ബെഡ്ഷീറ്റ് ഞാൻ വാങ്ങിക്കണ്. അപ്പം അതൊന്ന് വിരിച്ചിടുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഈ ബെഡ്ഷീറ്റ് ആദ്യം ഇതിൻ്റെ മുകളിൽ നിന്നൊന്ന് മാറ്റട്ടെ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് മാത്രമല്ല, ഞാനൊരു ബെഡ് കവറും കൂടി വാങ്ങിക്കണം കേട്ടോ. കാരണം ഈ ബെഡ് കവറും ഇങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യക്ഷത്തിൽ കണ്ട വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴേ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇത് ശരിക്കും ആളിഞ്ഞ പറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനും 200 രൂപ എത്രയൊക്കെയാ ആയിന് കേട്ടോ. അപ്പോൾ വാട്ടർ പ്രൂഫിൻ്റെത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കവറിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഞാനതേറ്റ് തുറന്ന് നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കുഞ്ഞുട്ടി അൺബോക്സ് ചെയ്തപ്പോൾ കുഞ്ഞുട്ടി പറഞ്ഞു, ഇത് അയാൾ എന്നെ പറ്റിച്ചതാണെന്ന് പറഞ്ഞിട്ടോ. അപ്പം ഇതാണെങ്കിൽ ഇടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. 2 ഇതിലും വന്നിട്ട് ഇങ്ങനെ ഷിബ് കൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന സംഭവമാണ്. ഇടണമെങ്കിൽ 2 ആളെ ഹെൽപ്പ് എന്തായാലും വേണം. ഊരാൻ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇടണമെങ്കിൽ അജൊക്കെ കൂടി തരലാണ് കേട്ടോ എനിക്ക്. ഇതിപ്പോൾ പറയുമ്പോൾ ഞാൻ ആകെ 2-3 പ്രാവശ്യമൊക്കെ അലക്കിയിട്ടുള്ളൂ. 2 പ്രാവശ്യമായിട്ട് അലക്കിയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് ആകെ കീറി പറഞ്ഞ് ഒരുമാതിരിയാണ്. ഇതിൽ മൂത്രം നല്ല പോലെ വലിച്ചെടുക്കുന്നുണ്ട് കിടക്കിക്ക്. പിന്നെ എന്താ അപ്പം അതിൻ്റെ ഉപകാരം? ഇതാ കണ്ടോ, ഷിബൊക്കെ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടായിനി കേട്ടോ. അപ്പം ഞാൻ പുതിയ ബെഡ് കവറും വാങ്ങിയിട്ടുണ്ടായിനി. എന്നാൽ പിന്നെ ബെഡിനൊരു സേഫ്റ്റി ആകുമല്ലോ, പുതിയ ബെഡും അല്ലേ. അപ്പം സെനക്കുട്ടൻ എപ്പോഴൊക്കെയാ പാത്തുകയെന്നുള്ളത് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇങ്ങനെ അലാസ്റ്റിക് വരുന്ന ബെഡ് കവറാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അതാകുമ്പോൾ ഇട്ട അവിടെ കടന്നോളും. പിന്നെ അത് അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഫ്ലിപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇന്ന് കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം ഒരു നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ പോലെ, ഈ ഭാഗം ഞാൻ മുമ്പ് കുട്ടികളെ വിരിക്കണ ഷീറ്റ് ഉണ്ടാവുമല്ലോ, അതേപോലെ ഞാൻ സെനിക്കുട്ടിനെ വാങ്ങിച്ചിട്ടില്ലേ, അതേ ആ ഷീറ്റിൻ്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. മൂത്രം ഉള്ളിക്കാവാത്ത ടൈപ്പ്, വെള്ളം ഉള്ളിക്ക് എടുക്കൂല. പിന്നെ ഈ ഒരു സൈഡിലെ ഭാഗം ഒരു വെൽവെറ്റ് അല്ല എന്തൊക്കെയോ ആ ഒരു ഇതുപോലെ. അപ്പം ഞാൻ അത് വിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അലാസ്റ്റിക് ഉണ്ടായതുകൊണ്ട് വിരിച്ച് അവിടെ കടന്നോളും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. എനിക്കങ്ങനെ ക്വാളിറ്റി കുറവൊന്നും തോന്നിയില്ല. അപ്പോൾ അതാ നമ്മളെ അടിപൊളി ബെഡ് കവർ വിരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ മൂത്രം ഒഴിച്ചാലും നമുക്ക് ഇതെടുത്ത് അലക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് ഒരു സേഫ്റ്റിയാണ്. അപ്പം പിന്നെ ബെഡ്ഷീറ്റ് ഞാൻ അതും ഫ്ലിപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. ഈ ബെഡ്ഷീറ്റിന് 360 എങ്ങാണ്ടാണ് ആയത്. ബെഡ് കവറിന് 400 ചില്ലറ ആയിന് കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് നല്ല ഫ്ലോറൽ പ്രിൻ്റൊക്കെ വരുന്ന അടിപൊളി ബെഡ്ഷീറ്റ് നിങ്ങൾക്കറിയാലോ. പിന്നെ ഞാൻ
പൂക്കൾ എവിടെ കണ്ടാലും അവിടെ മുന്തി കുത്തി വീഴുന്നുള്ളത്. അപ്പോൾ പൂക്കളുള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എനിക്ക് എന്താണാവോ ഈ പൂക്കളോടും ചെടികളോടൊക്കെ അത് നട്ടു നനച്ച് വളർത്താൻ അത്ര വലിയ ഇഷ്ടമില്ലെങ്കിലും പൂക്കൾ അവിടെ കണ്ടാലും അയിമന്ന് തൊട്ടും തലോടിയും നിങ്ങൾക്ക് തന്നെ അറിയില്ലേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടും. അപ്പോൾ എനിക്ക് പൂക്കളുള്ള ബെഡ്ഷീറ്റ് കണ്ടപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തിട്ടോ. എനിക്ക് ഈ കള്ളി പുള്ളികൾ അങ്ങനത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിലേ എടുക്കുള്ളൂ. അപ്പോൾ നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ. ബെഡ്ഷീറ്റും പില്ലോ കവറും. അപ്പം ഇത് ഞാനൊന്ന് വിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ബെഡ്ഷീറ്റും ബെഡ് കവറുമാണ്. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് കിങ് സൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം മറ്റേത് ഞാൻ 2 വാങ്ങിച്ചു പറഞ്ഞില്ലേ, അത് ഡബിൾ അതിന് കേട്ടോ. പക്ഷെ അത് എനിക്ക് എന്താ വെച്ചാൽ ഈ ബെഡുമക്ക് ഒരു 8-10 പോലെ ഇനി അങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് എത്തൂല, ഇങ്ങോട്ട് വലിച്ചാൽ അങ്ങോട്ട് എത്തൂല. പിന്നെ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് വിരിച്ചലാണ് കേട്ടോ. വിരിച്ച് കഴിഞ്ഞ് ഏതെങ്കിലും കുട്ടികളായ്മ കയറി കുത്തി പറഞ്ഞാൽ അത് പോരുന്നെങ്കിലും. പിന്നെ ഞാൻ അതിൻ്റെ 4 സൈഡിലും കെട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടൊക്കെ ഇനി വിരിച്ചിനിയത്. പക്ഷെ ഇപ്പം ഞാൻ ഓർഡർ ചെയ്തപ്പോൾ കിങ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. എൻ്റെ വിചാരേ നിങ്ങൾ എന്നെ കളിയാക്കി എടുത്തിട്ടോ. ഞാൻ വിചാരിച്ചിരിക്കണേ കിങ് ഡബിളിനെക്കാട്ടിലും ചെറുതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഇതുവരെ. പക്ഷേ ഇതിപ്പോൾ ഓർഡർ ചെയ്ത സമയത്ത് ഐലൻഡ് ഉണ്ടായിരുന്നു കിങ്, ഡബിള്, സിംഗിള് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോത്. അപ്പം എനിക്ക് മനസ്സിലായി ഡബിളിനെക്കാട്ടിലും വലുതാണല്ലേ കിങ് എന്നുള്ളത്. ഇതാവുമ്പോൾ 4 സൈഡും നമുക്ക് അത്യാവശ്യം അതിൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുക തിരികെ വെക്കാൻ മാത്രം ഉണ്ട് കേട്ടോ. ഇത്രയും ഇതെന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ ഭാഗത്ത് ഞാൻ കുറച്ച് മാത്രമേ അതിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം ഇത്രയും നമുക്ക് ഉള്ളിലാക്കി വെക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോരുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതാ തൽക്കണ്ണീറിൻ്റെ കവറും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് വിരിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അലക്കിയിട്ടിട്ടാണ് കേട്ടോ ശരിക്കും ഉപയോഗിച്ച് തുടങ്ങിയത്. അലക്കിയിടണല്ലേ നമ്മൾ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് അതിൻ്റെ മുന്നേ ഒന്ന് കാണിച്ചു തന്നതാണേ. പിന്നെ അലക്കിയിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ട്. ചിലത് ഇങ്ങോട്ട് ഒറ്റ അലക്കലിന് പിന്നെ അതിൻ്റെ ആ ഒരു കട്ടിയും കനമൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്താ അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ബെഡ്ഷീറ്റ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല അടിപൊളി ബെഡ്ഷീറ്റ് അല്ലേ? അപ്പോൾ എനിക്ക് ഈ ഒരു കളറായതുകൊണ്ട് മക്കള് കൊണ്ട് എത്രത്തോളം ഉണ്ടാകുന്നില്ല എനിക്കറിയില്ല. ഈ ലൈറ്റ് കളറാകുമ്പോൾ അതേ കാരണം റൂമിനൊരു ഇത്തിരി വെട്ടം വിളിച്ചൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചതേ ഇനി കേട്ടോ. അത് കഴിഞ്ഞ് എനിക്കിവിടെ ഒരു പ്രഹസന പരിപാടി ഉണ്ട്. ഇനി എന്താന്ന് വെച്ചാല് നമ്മുടെ ഷെഫ് പിള്ള സാറിന്റെ പാൽ പൊറോട്ടല്ലേ, അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടേനെ. സംഗതി എന്താന്ന് വെച്ചാല് പാല് തിളപ്പിക്കുക, അതിക്ക് പിന്നെ നമുക്ക് ഹോർലിക്സിന്റെയും ബൂസ്റ്റിന്റെയും പൗഡർ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അത് ബൂസ്റ്റ് മാത്രം ചേർത്താൽ അതേ കാര്യം ഒന്നും കൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഹോർലിക്സിന്റെ എനിക്ക് അത്ര വലിയൊരു ഒരു ഇത് തോന്നിയില്ല. എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രം എടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷെഫ് പിള്ള സാറ് അതിൽ നൂൽ പൊറോട്ടയൊക്കെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമുക്ക് നൂൽ പൊറോട്ട ഇല്ല, സാധാ പൊറോട്ടനെ ഉണ്ടാക്കാൻ അറിയൂല. ഇതേ കുഞ്ഞുട്ടി പൊറോട്ട കൊണ്ടുവന്നപ്പോൾ അപ്പം എനിക്ക് തോന്നിയതാണ് ഷെഫ് പിള്ള സാറിൻ്റെ വീഡിയോ കണ്ടിനല്ലോ, അതൊന്ന് ചെയ്ത് നോക്കിയാലോ എന്നുള്ളത്. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാൻ കിട്ടിയ പൊറോട്ട വെച്ച് ചീന്തി ഒരു പാത്രത്തിൽ കിട്ടിച്ചിരുന്നു കേട്ടോ. അപ്പം ഈ പൊറോട്ടൻ്റെ പൊട്ടുമൊഴി നമുക്ക് ഇവിടുന്ന് വേഗം ഒന്ന് തുടച്ചെടുക്കാം. പിന്നെ ഈ പൊറാട്ടയ്ക്ക് എന്താ വെച്ചാൽ നമ്മൾ ആ തിളപ്പിച്ച് വെച്ച പാലില്ലേ, ബൂസ്റ്റും ഹോർലിക്സും പാടെ ഇട്ടിട്ടില്ലേ, ആ തിളപ്പിച്ച് വെച്ച പാല് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതൊരു ഇത്തിരി ചൂടാറിട്ടോ, ആ ചൂടോടുക്കനെ ചേർക്കണം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ചേർത്താലും മതി. അപ്പോൾ ഞാനത് ഇതിൻ്റെ മുകൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടിയിരുന്നു കേട്ടോ. ഇഞ്ച പഞ്ചസാരയെ ഞാൻ കഴിച്ചപ്പോൾ ഒരിത്തിരി കൂടിപ്പോയി. അപ്പം എന്താ സംഗതി വെച്ചെങ്കിൽ ഞാനാകെ മധുരടിച്ച് ഇറങ്ങിപ്പോയടോ. എനിക്ക് ഈ പൊറാട്ട ഉണ്ടല്ലോ അധികം വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം ഇത് കഴിച്ചാൽ ഭയങ്കര ഹെവിയാണ്. പിന്നെ കുറച്ച് നേരത്തിനൊന്നുമല്ല, അന്നത്തെ ദിവസം പിന്നെ ഒന്നും വേണ്ടിയിട്ടില്ല. കാരണം ഇത് ദഹിക്കാൻ ഒരുപാട് സമയം എടുക്കുന്ന സാധനമാണല്ലോ. ആയിക്കൂടെ ഞാൻ പഞ്ചസാര ഒരു ഇച്ചിരി കൂട്ടിയിട്ട് പിന്നെ ഞാനിങ്ങോട്ട് ആകെ പാമ്പര മുങ്ങിയ അവസ്ഥ ഉണ്ടല്ലോ. പാമ്പുണ്ടല്ലോ കോഴിക്കുട്ടികളൊക്കെ മുങ്ങിയാണ്ട് കിടന്ന് വായിക്കണ് അന്ന മാതിരി കേട്ടോ. അങ്ങനെ ഒയക്കലൊക്കെ കഴിഞ്ഞ് ഒരിത്തിരി സമയം ആ ഒയക്കാനുള്ള റെസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കി വീഡിയോ എടുത്തത് കേട്ടോ. ആകെ കെറിഞ്ഞിപ്പോയി എന്ന് പറഞ്ഞ അവസ്ഥയായി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു നമ്മളെ പ്ലാന്റ് ഇട്ടക്കാൻ പറ്റിയൊരു പോട്ടാണ് കേട്ടോ. ഇതിന് 130 രൂപ എങ്ങാണ്ടാണ് ആയത് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ആണേ. അപ്പോൾ ഞാൻ കിച്ചണിൽ നമുക്ക് ഇട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചത് കേട്ടോ. ഇതൊക്കെ ഒരുമിച്ച് വാങ്ങിയതല്ല കേട്ടോ, കുറേ ഇത് വാങ്ങിയിട്ട് ഒരു 5-6 ദിവസമായി. പിന്നെ നമ്മളെ ബെഡ് കവർ ഉണ്ടല്ലോ, അത് ഞാനൊരു 2-3 ആഴ്ച മുന്നേ വാങ്ങിയതാണ്. ബെഡ്ഷീറ്റ് വാങ്ങി അങ്ങനെ എന്നിട്ട് വീഡിയോയിൽ കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതേ കേട്ടോ.
അപ്പം അങ്ങനെ ഈ 3 പ്രൊഡക്റ്റുകളാണ് ഇന്ന് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാനുള്ളത്. ഇത് ഇങ്ങനെ നല്ലതിന് ഞാൻ വിചാരിച്ചിനി, വേറെ എങ്ങനെയൊക്കെയോ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് മതിലടിച്ച് കയറി പോയതുകൊണ്ട് ഇന്നിപ്പോൾ ഇതൊന്നും ചെടി വേറെ രീതിയിൽ നടാനും വെക്കാനൊന്നുമില്ല മൂടില്ല. അപ്പം തൽക്കാലികം ഞാൻ ഇതിവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബെഡ്ഷീറ്റ് ഞാൻ അലക്കി കഴിഞ്ഞിട്ടുള്ള റിവ്യൂ പറഞ്ഞുതരാ എന്നുള്ളത്. അപ്പം അതാ അലക്കി കൊണ്ടുവന്നിട്ടുണ്ടേനി കേട്ടോ. നമ്മൾ അലക്കി കൊണ്ടുവരുമ്പോൾ ആ ഒരു ഭയങ്കര ഒരു കട്ടി അങ്ങോട്ട് പോകുമല്ലോ, അതിപ്പോൾ ഏത് ഡ്രസ്സും അങ്ങനെയാണല്ലോ. പക്ഷെ എന്നാലും വലിയ ക്വാളിറ്റി കുറവൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം നമ്മൾ കൊടുത്ത പൈസക്കുള്ള മുതലുണ്ട്. 300 എത്രയോ ആണ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്രയെന്നുള്ളത് ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഞാൻ പറ്റുകയാണെങ്കിൽ ടാഗ് ചെയ്തും കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കാൻ അധികാരം സുഖം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വാങ്ങിക്കാം. അടിപൊളിയാണ്. ഞാനിത് ഉപയോഗിച്ചിട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ തൽക്കണ്ണീറിൻ്റെയൊക്കെ ഒരു അടി ഉണ്ടായിട്ടുള്ളൂ ഇനി. അപ്പം അതൊന്ന് ഞാൻ അടിച്ചിട്ട് വിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ആകപ്പാടൊക്കെ ഇറങ്ങിപ്പോയൊരു ദിവസം. പിന്നെ ഞാൻ 4 മണിക്ക് ഒരു കട്ടൻ ചായക്കെ കുടിച്ചപ്പോൾ ഒരു റാഹത്ത് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇനി കേട്ടോ അന്നത്തെ ദിവസം. പിന്നെ ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ കിട്ടിയ റാഹത്ത് കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ജനുവിന്റെ ട്രൗസർ ഒന്ന് കയറ്റി കൊടുത്താൽ അതാ ചന്തക്ക് പോണ്. അങ്ങനെ ഞാനും എൻ്റെ അനുയായികളും കുറച്ചുകൂടെ കത്തിക്കാനുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കത്തിച്ചാണേ. എന്താ സംഗതി വെച്ചാൽ പേപ്പറുകളൊക്കെ ഉണ്ടാകുമല്ലോ, അത് ഞാൻ ഒരു കവറിൽ ഇങ്ങനെ ആക്കി വെക്കലാണ് കേട്ടോ. ഡെയിലി ഒന്ന് കത്തിക്കാൻ നിൽക്കലില്ല. അപ്പോൾ ഒരു കവറിലാക്കി ഇങ്ങനെ വെക്കും. അപ്പോൾ ആ കവറൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നപ്പോൾ ഞാൻ അതിവിടെ കൊണ്ടുവന്ന് കത്തിക്കാണ് കേട്ടോ. പ്ലാസ്റ്റിക് കത്തിക്കൂല കേട്ടോ. പ്ലാസ്റ്റിക് പിന്നെ ഞാൻ എടുത്ത് വെക്കും. പഞ്ചായത്തുകാർ എല്ലാ മാസവും വരുമല്ലോ, അപ്പോൾ ഓൽക്ക് കൊടുക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇതൊക്കെ ഒന്ന് കത്തിച്ച്, പിന്നെ ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ഉള്ളിലുണ്ടായിന് ആ കട്ടിക്കടലാസൊക്കെ അല്ലേ, അതൊക്കെ ഇവിടെ ഇങ്ങനെ വലിച്ചോണ്ട് ഇട്ടിട്ടുള്ളതിന് കേട്ടോ. പിന്നെ അതൊന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മഴ കൊണ്ട് നനഞ്ഞു. പിന്നെ അത് ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലായതുകൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. ബെഡ്ഷീറ്റിനെ കുറിച്ചൊക്കെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഇന്നലെ ഞാൻ ആ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്നലെ ഒന്നാമത് മ്യൂസിക് കൊടുത്ത വീഡിയോ ആയതുകൊണ്ട് അതിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല, ആ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്താൽ മതി, അതിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. Bye bye.